തോമസ് കെ തോമസ് തന്നെ എൻസിപിയുടെ അടുത്ത സംസ്ഥാന അധ്യക്ഷനാകും. മുംബൈയിൽ ചേർന്ന യോഗത്തിൽ തോമസ് കെ തോമസിനെ എ കെ ശശീന്ദ്രനും പിന്താങ്ങി. നടപടിക്രമങ്ങൾക്ക് ശേഷം കേരളത്തിലായിരിക്കും പ്രഖ്യാപനം. ശ്രീനാഥചന്ദ്രൻ മുംബൈയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. ശ്രീനാഥ്, ആഗ്രഹിച്ച മന്ത്രിസ്ഥാനം കിട്ടാത്തതിനെ തുടർന്ന് അധ്യക്ഷ സ്ഥാനം കൊടുത്ത് ഒരു തൃപ്തിപ്പെടുത്തൽ അല്ലെങ്കിൽ ഒരു അനുനയം, അങ്ങനെയാണോ പുതിയ സമവായത്തെ കാണേണ്ടത്? കേരളത്തിലെത്തിയ ശേഷം മാത്രമായിരിക്കുമോ ഔദ്യോഗിക പ്രഖ്യാപനം? തീർച്ചയായും തോമസ് കെ തോമസിന്റെ ശ്രമങ്ങൾ അത് ഫലം കാണുന്നു എന്നതാണ് മുംബൈയിലെ ഇന്നത്തെ യോഗത്തിലും സംഭവിച്ചത്. അത് പി സി ചാക്കോ രാജിവെച്ചതിന് ശേഷമാണ് ശരത് പവാർ 3 പേരെയും ഒരുമിച്ച് മുംബൈയിലേക്ക് വിളിപ്പിച്ച് YB ചവാൻ സെന്ററിൽ യോഗം ചേർന്നത്. ഏതാണ്ട് 2 മണിക്കൂറോളം യോഗം ചേർന്നു. ഇതിൽ പ്രധാനമായും ശരത് പവാർ ആദ്യം പി സി ചാക്കോയോടാണ് ചോദിച്ചത്, ഈ അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ താങ്കൾക്ക് പറ്റുമോ എന്ന് ചോദിച്ചു. താൻ അതിനില്ല എന്ന് പി സി ചാക്കോ അറിയിച്ചതോടെയാണ് എങ്കിൽ ആര് എന്നുള്ള ചർച്ചയിലേക്ക് പോയത്. അവിടെ താനാകാം സംസ്ഥാന അധ്യക്ഷൻ എന്ന് തോമസ് കെ തോമസ് തന്നെയാണ് ആ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അതിനെ എ കെ ശശീന്ദ്രനും പിന്താങ്ങുകയായിരുന്നു. പക്ഷേ പി സി ചാക്കോ ഇക്കാര്യത്തിൽ തിടുക്കപ്പിടിച്ച് ഒരു പ്രഖ്യാപനം വേണ്ട എന്നുള്ളൊരു നിലപാടെടുത്തു. പാർട്ടിക്ക് ഒരു ഭരണഘടനയും നടപടിക്രമങ്ങളുമുണ്ട്, അത് പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ സംസ്ഥാന അധ്യക്ഷന്റെ കാര്യത്തിൽ ഒരു പ്രഖ്യാപനം പാടുള്ളൂ എന്ന് അദ്ദേഹം നിലപാടെടുത്തു. അങ്ങനെയാണ് കേരളത്തിലേക്ക് ഒരു നിരീക്ഷകനെ അയക്കാമെന്ന് ശരത് പവാർ തീരുമാനിച്ചത്. 25-ാം തീയതി ജിതേന്ദ്ര അവാദ്, മുൻ മന്ത്രി MLA ആയ NCPയുടെ മുതിർന്ന നേതാവായ ജിതേന്ദ്ര അവാദ് കേരളത്തിൽ എത്തും. അതിനുശേഷം സംസ്ഥാന നേതാക്കളുടെ എല്ലാം യോഗം വിളിച്ച് അതിൽ വെച്ച് ചർച്ച ചെയ്ത് ഒരു ധാരണയെത്തി ഒരു പ്രഖ്യാപനത്തിലേക്ക് പോകും എന്നതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട 3 നേതാക്കളും ശരത് പവാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തോമസ് കെ തോമസ് തന്നെ അടുത്ത സംസ്ഥാന അധ്യക്ഷനാകട്ടെ എന്ന കാര്യത്തിൽ യാതൊരു എതിർപ്പുമില്ലാതെ തന്നെ ആ കാര്യത്തിൽ ധാരണയായിട്ടുണ്ട്. ഇനിയൊരു നടപടിക്രമം എന്നത് മാത്രമേ ജിതേന്ദ്ര അവാദിന്റെ കേരള സന്ദർശനം കൊണ്ട് ഉണ്ടാവുന്നുള്ളൂ. അങ്ങനെ മന്ത്രിസ്ഥാനം കൊതിച്ച് നീക്കം നടത്തി തുടങ്ങിയ തോമസ് കെ തോമസ് ഒടുവിൽ സംസ്ഥാന അധ്യക്ഷനായി മാറുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ വേണ്ടി കഴിഞ്ഞത്. ഒരുപാട് പേരുകളിലൊന്നും പരിഗണനയില്ല, ഒരു പേര് മാത്രമേ പരിഗണനയുള്ളൂ എന്ന് തോമസ് കെ തോമസ് ഈ യോഗശേഷം പുറത്തിറങ്ങിയതിനു ശേഷം പറയുകയും ചെയ്തു. അതിലൂടെ അദ്ദേഹം പറയുന്നതും അദ്ദേഹം തന്നെയായിരിക്കും സംസ്ഥാന അധ്യക്ഷൻ എന്ന കാര്യത്തിലുള്ള ഒരു കോൺഫിഡൻസ് ആണ് അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തത്. ഏതായാലും പി സി ചാക്കോ പുറത്തേക്ക് വന്നപ്പോൾ വലിയ നീരസം അദ്ദേഹത്തിൻ്റെ മുഖത്ത് പ്രകടനമാണ്. തനിക്കൊന്നും തന്നെ പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പുറത്തേക്ക് മാധ്യമങ്ങളോടൊക്കെ തന്നെ സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പോവുകയും ചെയ്തു. അതിനുശേഷം പുറത്തു വന്ന തോമസ് കെ തോമസ് വലിയ സന്തോഷത്തോടെയും ആത്മവിശ്വാസത്തോടെയുമാണ് ഇന്നിപ്പോൾ മുംബൈയിൽ നിന്ന് മടങ്ങുകയും ചെയ്യുന്നത്. ഏതായാലും തോമസ് കെ തോമസ് തന്നെ NCPയുടെ അടുത്ത അധ്യക്ഷനാകും എന്ന കാര്യത്തിൽ മുംബൈയിലെ യോഗത്തിൽ ഒരു ധാരണയായി കഴിഞ്ഞു. സുഹൈൽ, നേരത്തെ ഈ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കുമ്പോഴും ആവശ്യം ഉന്നയിക്കുമ്പോഴൊക്കെ ഈ സ്വാഭാവികമായും തന്നെ പി സി ചാക്കോയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന് തന്നെയായിരുന്നു ജില്ലാ അധ്യക്ഷന്മാരുടെ പിന്തുണ. എ കെ ശശീന്ദ്രനെ സംബന്ധിച്ച് വലിയ പിന്തുണ ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് തോമസ് കെ തോമസ് വരുമ്പോൾ പി സി ചാക്കോയുടെ റോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ എന്തായിരിക്കും? പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം വരുന്നൊരു പശ്ചാത്തലത്തിൽ ഒരു പാർലമെന്ററി പൊളിറ്റിക്സിലേക്ക്, ഒരു മത്സര പൊളിറ്റിക്സിലേക്ക് പി സി ചാക്കോ വരാനുള്ള സാധ്യത അതുണ്ടോ ഈ ഘട്ടത്തിൽ NCPയിൽ നിന്ന്? പി സി ചാക്കോ രാജിവെച്ച സമയത്ത് ദേശീയ അധ്യക്ഷനെ ഈ വിവരം അറിയിച്ചിരുന്നു. ആ സമയത്ത് അതിലൊരു തീരുമാനം, ആ രാജി അംഗീകരിച്ചൊരു തീരുമാനവും പ്രഖ്യാപനവും ദേശീയ തലത്തിൽ ഉണ്ടായിരുന്നില്ല. ഇന്നാണ് യഥാർത്ഥത്തിൽ ആ കാര്യത്തിൽ എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ ശരത് പവാർ ചോദ്യങ്ങൾ ചോദിച്ചത്. തുടരാൻ താല്പര്യമില്ല എന്ന് പി സി ചാക്കോ പറഞ്ഞതോടെ ആ കാര്യത്തിൽ ഒരു തീരുമാനവുമായി, രാജി കാര്യത്തിൽ തീരുമാനമായി. ഇനി ദേശീയ തലത്തിൽ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയാണ് പി സി ചാക്കോ. ആ തരത്തിൽ ദേശീയ തലത്തിൽ പാർട്ടി നൽകുന്ന തീരുമാനങ്ങൾ നടപ്പാക്കാൻ വേണ്ടി താൻ പ്രയത്നിക്കാം എന്നതാണ് ശരത് പവാറിനോട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം. അദ്ദേഹത്തിൻ്റെ ഒരു നോമിനിയായി സുരേഷ് ബാബുവിനെ, PM സുരേഷ് ബാബുവിനെ അടക്കം കൊണ്ടുവരാനുള്ള ശ്രമം അദ്ദേഹം നടത്തിയിരുന്നെങ്കിലും ഈ യോഗത്തിലൊന്നും തന്നെ അതിനൊരു ഭൂരിപക്ഷ പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല. അതുകൊണ്ട് അത്തരം നീക്കങ്ങളിൽ നിന്നൊക്കെ തന്നെ അദ്ദേഹം പിന്മാറിയിട്ടുണ്ട്. അടുത്തത് ദേശീയ തലത്തിൽ കൂടുതൽ സജീവമാവുക എന്നതായിരിക്കും അദ്ദേഹം